വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുന്നത് ശരിയല്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സർക്കാർ ഇക്കാര്യം പരിശോധിക്കും. വയനാട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഇഷ്ടം പോലെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല. വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം ആലോചിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂവെന്ന് മന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ സംഘടനകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയദർശിനിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു ജനകീയ പരിപാടിയാണ്. ഏതൊരു ഗവൺമെന്റ് കൊണ്ടുവന്ന പരിപാടിയെക്കാളും ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ വിജയം ഒരു മഹത്തരമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഫലമായിട്ട് സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ പൊതുഗതാഗത മേഖലയിൽ മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. അത് നമ്മൾ പരിശോധിക്കുന്നു. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കും. എന്നാൽ ഈ മേഖലയിൽ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ 30,000-ത്തിലധികം ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8,000 ബസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിനോ ഈ പ്രിയദർശിനിക്കോ ഇല്ല. സ്വകാര്യ മേഖലയിലെ ബസ് ഉടമസ്ഥന്മാരുടെ പ്രശ്നം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തകർന്നു പോയത്. അല്ലെങ്കിൽ അവരിപ്പോൾ 30,000 ബസ് കൂടുതലേ ഉള്ളൂ, കുറയില്ലല്ലോ, ജനസംഖ്യ കൂടുതലല്ലേ. അപ്പോൾ അത് തീരെ അവഗണിച്ചതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അവരെ നമ്മൾ കൈവിടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ബജറ്റിൽ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അവരെ ടാക്സ് കുറയ്ക്കും. 50% ടാക്സ് കുറയ്ക്കും. ഒരു ബസ്സിന് ഏതാണ്ട് 50,000 രൂപയുടെ അടുത്ത് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർക്ക് കാര്യമില്ല. പ്രിയദർശിനിയും KSRTCയും ഒരുമിച്ച് ഓടുന്ന റൂട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ 3165 ബസ്സുകളാണ് ഓടുന്നത്. ഏകദേശം 3000 ബസ്സാണ് ഓടുന്നത്. ആ 3000 ബസ് ഓടുന്ന സ്ഥലങ്ങളിൽ ഈ പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര താലൂക്കിൽ ഏറ്റവും കൂടുതൽ ബസ് ഓടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാറ്റിൻകര നെടുമങ്ങാട് താലൂക്കിലാണ്. അവിടെ സ്വകാര്യ ബസ്സില്ല. നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ ബസ്സും ഇല്ല. അപ്പോൾ അവിടെ അവർക്ക് പ്രശ്നം അവരില്ലല്ലോ. അതേപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മറ്റും പല സ്ഥലങ്ങളിലും KSRTC ഇല്ല. അപ്പോൾ KSRTC ഇല്ലാത്ത സ്ഥലത്തെ സ്വകാര്യ ബസ്സിന് പ്രശ്നമില്ല. സ്വകാര്യ ബസ് ഇല്ലാത്തടത്ത് പിന്നെ അവർക്ക് പ്രശ്നമേ ഇല്ല, അവരില്ലല്ലോ. രണ്ടുപേരും ഉള്ള സ്ഥലത്താണ് പ്രശ്നം. ആ പ്രശ്നം കേസ് ബൈ കേസായിട്ട് പഠിക്കണം. പൊതുവിൽ കേരളത്തിലെ 8,000 സ്വകാര്യ ബസ്സുകൾക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം നേരത്തെ ഉണ്ടായതാണ്, നമ്മുടെ പ്രശ്നമല്ല. നമ്മളുള്ളപ്പോൾ വന്നാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് സൗജന്യം ഒഴിവാക്കുകയും 65 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫ്രീ പുരുഷന്മാർക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇന്റർസ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയങ്ങൾ അവർ തീരുമാനിക്കാൻ പുറപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ നയം ജെൻഡർ ഇക്വാലിറ്റിയാണ്. അപ്പം അതിൽ ഇൻട്രാ ജെൻഡറായിട്ട് നമ്മളൊന്നും ആലോചിക്കണില്ല. സ്ത്രീകൾക്കാണ് സൗജന്യം. അതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ അങ്ങനെയൊന്നുമില്ല, സ്ത്രീക്കാണ്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് മുമ്പല്ലേ ഈ പഠനങ്ങൾ നടത്തേണ്ടത്? സ്വാഭാവികമായും KSRTCയിൽ സൗജന്യം നൽകുമ്പോൾ സ്വകാര്യ ബസ് മേഖലയിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ കാണേണ്ടതല്ലേ? അങ്ങനെ ഒരു പഠനം ഇപ്പോൾ ഒരു പഠനം നടത്തും എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് നടത്തേണ്ടതല്ലേ? അത് പിന്നെ നടത്തി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പുറകിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. സർക്കാർ ഇനി നടത്തും എന്നാണല്ലോ മിനിസ്റ്റർ പറഞ്ഞത്. അത് നടത്തും. അതെൻ്റെ ശ്രദ്ധയിൽ ഔദ്യോഗികമായി പെട്ടിട്ടില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ കൺസെഷൻ നിരക്കിൻ്റെ കാര്യം രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷമാണ് ഏറ്റെടുക്കുന്നത്. ആദ്യം പ്രിയദർശിനി പരിപാടി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. CPMന്റെ പ്രവർത്തകരോടെല്ലാം പ്രിയദർശിനിയിൽ കയറരുതെന്ന് പറഞ്ഞാൽ 10-30% ആൾക്കാർ കയറില്ലല്ലോ. അപ്പോൾ അവർക്കൊരു പ്രയോജനം കിട്ടുമല്ലോ. ഇപ്പം എന്താ ഗോവിന്ദ മാഷ് പറയാത്തത്? നമ്മുടെ പാർട്ടി മെമ്പർമാരും ഇതിൽ കയറരുതെന്ന് പറയണില്ലല്ലോ, അവരും കയറുകയല്ലേ. അപ്പം അതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്നവരാണ്. അവരിൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല. പ്രിയദർശിനിയിൽ പ്രൈവറ്റിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കട്ടെ, നമുക്ക് ആലോചിക്കാം.
കൺസെൻസസ് വേണം. KSRTCയുടെ ബസ്സുകളുടെ കാര്യം എടുക്കുമ്പോൾ, അതായത് തെക്കൻ ജില്ലകളിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, പക്ഷേ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ഉൾപ്പെടെ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് കൂട്ടാൻ എന്തെങ്കിലും നടപടി വരുന്നുണ്ടോ? രണ്ടും കൂടെ ഒരാൾ ചോദിക്കരുത്. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലായാൽ മതി. അതെ, നിങ്ങൾ തന്നെ പറയുന്നത് പ്രിയദർശിനി ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അല്ല അങ്ങനെ ഒരാളത് ചോദിക്കുക അടുത്ത്, അല്ലെങ്കിൽ അയാൾ തന്നെ പിന്നെ എന്താണ് ഇവിടെ പ്രിയദർശിനി ഇല്ലാത്തതെന്ന് കൂടെ ചോദിക്കരുത്. ഇല്ല, ഇപ്പൊ പ്രിയദർശിനി വേണം എന്നുള്ളത് ഇപ്പൊ ഉള്ള ഓർഡിനറിയിൽ നടക്കും. അടുത്ത ഇപ്പൊ ഉടനെ ഇല്ല. ഇല്ല, പിന്നെ ഉടനെ ഇല്ല. മറ്റൊരു കാര്യം, അതായത് നമ്മുടെ KSRTCയുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മിക്കവാറും എല്ലാ ഡിപ്പോകളിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. മിക്കവാറും അതെല്ലാം കാലിയായിട്ട് കിടക്കും. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു ബജറ്റ് ഹോട്ടൽ രീതിയിൽ അതിനെ ഒരു പുനഃസംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും എന്നാൽ പ്രസക്തമായൊരു ചോദ്യമാണത്. അതിലിപ്പോൾ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇന്ന് പൊഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ 10 വർഷത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളിലൊന്നാണത്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ MLA വന്ന ഉടനെ തന്നെ അതാ പറഞ്ഞത്, ഞങ്ങളത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യുകയാണ്.